കൊട്ടിയൂർ അമ്പലത്തിൽ പോയ വീഡിയോ ഞാൻ ഇട്ടപ്പം കുറേ പേര് പറഞ്ഞു അമ്പലം മാത്രം കണ്ടിട്ടിങ്ങ് പോകുന്നു അല്ലേ എന്ന്. കുറേ പേരല്ല ഒരാൾ പറഞ്ഞായിരുന്നു. അപ്പം അമ്പലം മാത്രം കാണാനല്ല, ഞങ്ങൾ ഭഗവാനും കൂടെ കണ്ടിട്ടാണ് പോകുന്നത്. ക്യൂ നിന്നാലും ക്യൂ നിന്നില്ലേലും നമുക്ക് കാണാൻ പറ്റും. തീർത്ഥം നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ വന്നത് മുത്തപ്പൻ കാണാനാണ്, പറശ്ശിനിക്കടവിലോട്ട്. നമുക്ക് ഇങ്ങോട്ടും കൂടെ വരാനുള്ളത് കൊണ്ടാണ് അധികം നേരം ക്യൂ നിൽക്കാഞ്ഞത്. എന്നാലും 7 മണി വരെ ഞങ്ങൾ ക്യൂ നിന്നായിരുന്നു. 4 മണി തൊട്ട് അത്യാവശ്യം നിന്നായിരുന്നു. പിന്നെ ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഒന്നും അലൗഡ് അല്ല, പക്ഷെ ഞാൻ അന്നേരം ജസ്റ്റ് ഒന്ന് എടുത്തി. അത് ഞങ്ങൾ അന്നദാനത്തിന് പോയി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പ്ലേറ്റിൽ ജസ്റ്റ് വീഡിയോ എടുത്താണ്. അപ്പോൾ ഇതാണ് പറശ്ശിനിക്കടവ്. പറശ്ശിനിക്കടവിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ഡോഗ്സിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങൾക്കും പ്രസാദം കിട്ടും. അപ്പം ഞാൻ അത് വാങ്ങിച്ചിട്ട് നേരെ അന്നദാനത്തിന് പോയി. അപ്പം ചോറും എനിക്ക് കറികൾ എന്താണെന്നൊന്നും മനസ്സിലായില്ല, എന്നാലും അത് കഴിച്ചു. ഈ ചോറ് കൂടാതെ തന്നെ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് നമുക്ക് പയറും ചായയും ഒക്കെ കിട്ടും. ഞങ്ങൾ ജസ്റ്റ് ചോറുണ്ടതുകൊണ്ട് അത് ഇത്തിരി കഴിച്ചിട്ട് ബാക്കിയുള്ളത് പൊതിഞ്ഞു വെട്ടി കൊണ്ടുവരുമായിരുന്നു. അപ്പം ഇത്രയുള്ളൂ കേട്ടോ. താങ്ക് യു.